നാഷണൽ ക്രിക്കറ്റ് ലീഗിൽ കേരളത്തിന്റെ ടീമുണ്ടാക്കുവാൻ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞ് 10 മണിക്കൂറിനുള്ളിലാണ് സൈമൺ കൊല ചെയ്യപ്പെടുന്നത്. സോ ഇറ്റ് ഹാസ് ഹിറ്റ് ദ ഹെഡ്ലൈൻസ് ഓഫ് നാഷണൽ മീഡിയ ലൈക്ക് എനിത്തിങ്. പിന്നെ പാലത്തിങ്കൽ ഗ്രൂപ്പിന്റെ സ്വാധീനത്തെയും സാമ്പത്തിക ശേഷിയെക്കുറിച്ചൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഐ ആം സപ്പോസ് ടു ഗിവ് എ റിപ്പോർട്ട് ടു ദ മിനിസ്റ്റർ വിത്തിൻ അവേഴ്സ്. ഈ കേസിന്റെ ഒരു ഡയറക്റ്റ് ഫിസിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ഞാൻ നിരഞ്ജനെയാണ് ഏൽപ്പിക്കുന്നത്. യെസ് സർ. ബട്ട് സർ, സംഭവം നടന്ന അന്നു മുതൽ ഐ ആം ആഫ്റ്റർ ഇറ്റ്. ഐ വിൽ ഗെറ്റ് എ ബ്രേക്ക് ത്രൂ വെരി സൂൺ സർ. കം ഓൺ മൻമോഹൻ, ഞാൻ തന്നെ ഒഴിവാക്കിയതല്ല. ഇയാൾ ചെറുപ്പമല്ലേ, ഓടി നടന്ന് ഗ്രൗണ്ട് വർക്ക് ചെയ്യട്ടെ. ആൻഡ് യു വിൽ റിപ്പോർട്ട് ഡയറക്ട്ലി ടു മീ. യെസ് സർ. നിരഞ്ജൻ, സൈമന്റെ മരണമൊഴി താൻ റെക്കോർഡ് ചെയ്തു എന്നല്ലേ പറഞ്ഞത്? അതെ സർ. പക്ഷേ ഇറ്റ്സ് സോർട്ട് ഓഫ് വേഗ്. ആരാണ് കുത്തിയത് എന്ന് ചോദിച്ചപ്പോൾ അയാള് മീര സ്പാ എന്നാണ് പറഞ്ഞത്. മീര സ്പാ. സ്ട്രേഞ്ച്. എനിത്തിങ് എൽസ്? സീൻ ഓഫ് ക്രൈമിൽ നിന്നും ഒരു ക്രഷ്ഡ് സെൽഫോൺ കിട്ടി. അൺഫോർച്ചുനേറ്റ്ലി ദ സിം കാർഡ് വാസ് ഓൾസോ ഡാമേജ്ഡ്. പക്ഷേ സിം നമ്പർ വെച്ച് അഡ്രസ് കണ്ടുപിടിക്കാൻ സൈബർ സെല്ലുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് സർ. ദാറ്റ് ഈസ് ഗോയിങ് ടു ബി വൈറ്റൽ. ഇറ്റ് ഈസ്. പിന്നെ സംഭവ സ്ഥലത്തേക്ക് ഞാൻ അപ്രോച്ച് ചെയ്യുമ്പോൾ റോഡിൽ കിടന്ന സൈമൺ അരികിൽ നിന്നും ഓടിപ്പോയി വണ്ടിയിൽ കയറി രക്ഷപ്പെട്ടവർ പാറമട സുഭാഷും ജയപ്രതാപുമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഇൻ ഓൾ പ്രോബബിലിറ്റി അവർ തമിഴ്നാട്ടിലേക്കാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. വി ആർ ആഫ്റ്റർ ദം. പ്രസ് കോൺഫറൻസിന് ശേഷം സൈമണും സുഭാഷും ജയപ്രതാപും മറ്റ് ചില സുഹൃത്തുക്കളും ചേർന്ന് വിഴിഞ്ഞത്തെ ഒരു പ്രൈവറ്റ് റിസോർട്ടിൽ ഒരു സെലിബ്രേഷൻ പാർട്ടിയിലായിരുന്നു. ഏതാണ്ട് 1:30 മണിയോടുകൂടിയാണ് സൈമണും സുഭാഷും ചേർന്ന് സുഭാഷിന്റെ വണ്ടിയിൽ അവിടെ നിന്ന് പുറപ്പെടുന്നത്. ജയപ്രതാപ് മറ്റു സുഹൃത്തുക്കളെ അവിടെ നിന്ന് യാത്രയാക്കിയതിനു ശേഷം സൈമന്റെ വണ്ടിയിൽ ഫോളോ ചെയ്യും എന്നാണ് പറഞ്ഞിരുന്നത്. റിസോർട്ടിലെ സ്റ്റാഫിന്റെ മൊഴികളിൽ നിന്നാണ് നമുക്ക് ഈ പിക്ചർ കിട്ടിയിരിക്കുന്നത്. സോ താൻ സംശയിക്കുന്നത് ജയപ്രതാപിനെയും പാറമട സുഭാഷിനെയുമാണ്? അങ്ങനെ പറയാനാവില്ല സർ. ഈ കേസിൽ ഒരുപാട് കോൺട്രഡിക്ഷൻസ് ഉണ്ട്. ലൈക്ക് സൈമന്റെ മരണമൊഴി. അയാൾ ജയപ്രതാപനെയോ സുഭാഷിനെയോ നെയിം ചെയ്തിട്ടില്ല. പിന്നെ വണ്ടിയുടെ പിൻ സീറ്റിലുള്ള ബ്ലഡ് സ്റ്റെയിൻസ്. സൈമൺ മരണപ്പെട്ടത് വണ്ടിയിൽ നിന്നും ഏതാണ്ട് 5.5 മീറ്റർ അകലെയാണ്. ഇൻ എ പൂൾ ഓഫ് ബ്ലഡ്. പിന്നെ എങ്ങനെ വണ്ടിയുടെ പിൻ സീറ്റിൽ രക്തക്കറയുണ്ടായി? അയാളുടെ ബോഡിയിൽ നെഞ്ചിനും അടിവയറിനും ഇടയിലായി 3 കുത്തുകളുണ്ട് ഫ്രം ദ സെയിം വെപ്പൺ. പക്ഷെ കഴുത്തിന് താഴെ there is a razor sharp slit. ഏയ്, ഡോണ്ട് ബി സില്ലി. ഒന്നിലധികം പേർ ചേർന്ന് ഒരാളെ ആക്രമിക്കുമ്പോൾ മുറിവുകൾക്ക് വ്യത്യാസം ഉണ്ടാവും. അങ്ങനെയല്ല സർ. വയറ്റത്തുള്ള കുത്തുകൾക്ക് ഒരു റാൻഡം സ്വഭാവമുണ്ട്. പെട്ടെന്ന് നടത്തിയ ക്രൂഡായ ഒരു ആക്രമണം. പക്ഷെ കഴുത്തിലെ മുറിവ്, ദാറ്റ്സ് എ കാൽക്കുലേറ്റഡ് പേർപ്പസ്ഫുൾ സ്ലാഷ്. തികച്ചും വ്യത്യസ്തമായ മാനസികാവസ്ഥയിലുള്ള 2 പേർ ചേർന്നാണ് സൈമണെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഒരേ ജനസിൽപ്പെട്ട ജയപ്രതാപും സുഭാഷും തമ്മിൽ അത്തരമൊരു വ്യത്യാസമില്ല സർ. തന്റെ യുക്തി എനിക്ക് അത്ര ബോധിച്ചിട്ടില്ലെങ്കിലും ഐ ബിലീവ് ഇൻ യുവർ ഇൻസ്റ്റിങ്ക്ട്, ബട്ട് ഐ വാണ്ട് എ ബ്രേക്ക് ത്രൂ സോ ബാഡ്ലി. We will make it happen, sir. Then buckle your shoes and run. Yes, sir. Sir. Please sit down. എന്തായി വിജയൻ? നമ്പർ ഐഡന്റിഫൈ ഉണ്ട് സർ. കാർഡ് ഹോൾഡറിന്റെ അഡ്രസ് ഇതാണ്. രാജമ്മ വേലിക്കകം വീട്, വെള്ളറ, ട്രിവാൻഡ്രം 695505. ഈ നമ്പറിന് റീസെന്റ് കോൾ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ടോ? ഉണ്ട് സർ. ഔട്ട് ഗോയിങ് ഇൻകമിംഗ് കോൾ നമ്പേഴ്സ് എല്ലാം ഐഡന്റിഫൈ ഉണ്ട്. ഗുഡ് വർക്ക് വിജയൻ. സർ. ഷിഹാബ്ദൻ സർ, രാജമ്മയുടെ പേരിലുള്ള സെൽ അവരാണോ അതോ മറ്റാരെങ്കിലുമാണോ യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ അവരുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോന്നും നമ്മൾ അന്വേഷിക്കണം. സർ, ഒരുപക്ഷെ നമുക്ക് കിട്ടിയ ഈ ഫോൺ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്താണെങ്കിലോ? ദാറ്റ്സ് എ പോസിബിലിറ്റി. പക്ഷേ ഷിഹാബ്ദീൻ പറഞ്ഞ പോലെയാണെങ്കിൽ ഫോൺ മിസ്സായതായി രാജമ്മയുടെ ഒരു പോലീസ് കംപ്ലൈന്റ് ഉണ്ടാവണം. സോ ഗോ ഫൈൻഡ് ഹർ ആൻഡ് ടോക്ക് ടു ഹർ. സർ. സർ, ഇതാണ് മുള്ളാണി ബിജു, രാജമ്മയുടെ മകൻ. അവരുടെ സിം ഉപയോഗിക്കുന്നത് ഇവനാണ്. ഇവൻ പാറമട സുഭാഷിന്റെ ആളാണ്, ഒരു പക്ക ക്രിമിനൽ. എന്തായി സതീഷ്? സർ, ഇവൻ മുങ്ങിയിരിക്കുകയാണ് സർ. പക്ഷേ ഇൻഫോ കിട്ടിയിട്ടുണ്ട് സർ. മേ ഐ? യാ സർ.
സർ, ഇത് ജോഷുവ. ഇവൻ അറിയപ്പെടുന്നത് കൺട്രാക്ട് എന്നാണ്, കോൺട്രാക്ടർ. കഴിഞ്ഞ വർഷം ആറ്റിങ്ങലിലെ ഒരു ജ്വല്ലറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇവനെ നമ്മൾ ഓൾമോസ്റ്റ് പൂട്ടിയതായിരുന്നു സർ. പക്ഷേ മുകളിൽ നിന്നും വിളി വന്നു, പൂട്ടുപൊട്ടി അല്ലേ? ഇവന് പാറമട സുഭാഷും ജയപ്രദാവുമായി ജോയിന്റ് ഓപ്പറേഷൻസ് ഉണ്ട് സർ. അലക്സ്, സർ, ഇയാളും ഈ മുള്ളാണി ബിജുവും തമ്മിൽ എന്താ കണക്ഷൻ? സർ, 5 ദിവസം മുമ്പ് ജോഷുവ മുള്ളാണി ബിജുവുമായി ബന്ധപ്പെട്ടിരുന്നു. ബിജു ഉൾപ്പെടെ മറ്റ് പല ഏരിയകളിൽ നിന്നുള്ള 14ഓളം ഗുണ്ടകളെ അയാൾ വിഴിഞ്ഞത്തൊരു ലോഡ്ജിൽ 2 ദിവസം താമസിപ്പിച്ചിരുന്നു. എന്തോ ഒരു ബിഗ് സ്കെയിൽ ഓപ്പറേഷൻ. മിനിങ്ങാന്ന് വൈകുന്നേരം 6:30 എല്ലാവരും റൂം വെക്കേറ്റ് ചെയ്ത് 3 വണ്ടികളിലായി പോയി. ഇപ്പോൾ എല്ലാവരും അബ്സ്കോണ്ടിങ്. മിനിഞ്ഞാന്നെന്ന് പറയുമ്പോൾ കൊല നടന്ന ദിവസം. സോ വി ആർ ഓൺ ഇറ്റ്. അലക്സ്, സർ, ഈ സംഘത്തിൽപ്പെട്ട 14 പേരെയും ഐഡന്റിഫൈ ചെയ്യണം വിത്ത് ദ സെൽ നമ്പേഴ്സ്. Sir. ഏതെങ്കിലും ഒരു മൊബൈൽ ആക്റ്റീവ് ആണെങ്കിൽ ലൊക്കേറ്റ് ദ ടവർ. സർ, ആൻഡ് സതീഷ്, Sir. യു ഫോക്കസ് ഓൺ ദോസ് വെഹിക്കിൾസ്. വർക്ക്ഷോപ്പുകൾ, ഫ്യൂൽ പമ്പുകൾ, ടയർ വർക്ക്സ് ചെയ്യുന്ന ചെറിയ കടകൾ എല്ലായിടത്തും അന്വേഷിക്കണം. ആൻഡ് മേക്ക് ഷുവർ യു ടോക്ക് ടു ദ ലോക്കൽ പീപ്പിൾ. ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ കിട്ടാൻ പോകുന്നത് അവരിൽ നിന്നായിരിക്കും. സർ, നിങ്ങൾ 2 പേരുടെയും ആക്ടിവിറ്റീസ് ഷിഹാബ്ദൻ കോർഡിനേറ്റ് ചെയ്യും. ആൻഡ് യു റിപ്പോർട്ട് ടു മീ. സർ. സോ ഗെറ്റ് ഗോയിങ്. സർ. അപ്പച്ചി, ഇച്ചൈൻ. മോളെ, ഇച്ചൈൻ. ജോജി എവിടെ? ജോജി ഇപ്പൊ ഇറ്റലിയിലാ, സെമിനാരി നയിച്ചതാ. അപ്പച്ചി, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ജെസ്സിയുടെ വേർപാടിന്റെ വേദനയിൽ നിന്ന് ഈ കുടുംബം ഇനിയും കരകയറിയിട്ടില്ല. ഇനിയും ദുഃഖിപ്പിക്കാനാണോ നിന്റെ ഈ വരവിന്റെ ഉദ്ദേശം? കോടതിയുടെ മുന്നിൽ ഞാൻ തെറ്റുകാരനാണെങ്കിലും അപ്പച്ചിയുടെ ക്രിസ്റ്റി ഒരു കൊലപാതകയായി മാറുമെന്ന് അപ്പച്ചി കരുതുന്നുണ്ട്. ഇവനാണ് എല്ലാത്തിനും പ്രശ്നക്കാരൻ. വിടടാ. ഇവനെ വിശ്വസിക്കരുത് അപ്പച്ചി. വിടടാവനെ. ഇവനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. വിടാൻ. നിന്റെ ബോംബെയിലെ ഗുണ്ടായിസ് ഇവിടെ വേണ്ട. ഇറങ്ങി പോടാ. ക്രിസ്റ്റിക്ക് എന്താ വേണ്ടത്? എല്ലാം എന്റെ കുറ്റമാണെന്നാണ് സ്ഥാപിച്ചെടുക്കേണ്ടത്. ഞാൻ ഏൽക്കാം. അപ്പച്ചി, ഇവൻ പറയുന്നത് കേട്ടില്ലടാ. ഇനി എന്റെ മൂത്ത മോന്റെ സ്ഥാനത്ത് ഇവനാ. ഇവിടെ നീ ഇനി വരരുത്. ഇവളുടെ വിവാഹം ശേഷിക്കുന്ന എന്റെ ഏക സ്വപ്നമാണ്. നീ എന്ന ക്രിമിനലിന്റെ പേരിലാണ് പല നല്ല ആലോചനകളും മുടങ്ങിയത്. ക്യാപ്റ്റൻ വർഗീസ് മാപ്പിള ആരുടെ മുമ്പിലും അപേക്ഷിച്ചിട്ടില്ല. ഇപ്പൊ അപേക്ഷിക്കുക നിന്നോട്. ദയവ് ചെയ്ത് നീ ഈ നാട്ടിലേക്കേ വരരുത്. നീ ഇവനെ സൂക്ഷിക്കണം. നിന്നെ ഇപ്പൊ ഞാൻ വെറുതെ വിടുന്നു. പക്ഷെ നിനക്ക് വേണ്ടി കരിം ലാല കാത്തിരിപ്പുണ്ട്. വൈപ്പിനടുത്താണ് ഈ ബോട്ട് നിൽക്കുന്നത്. സോ വൈപ്പിനടുത്തുള്ള ഏതോ ബിൽഡിങ്ങിലാണ് പെൺകുട്ടിയെ ഒളിപ്പിച്ചിരിക്കുന്നത്. Come on. എന്റെ അടുത്തേക്ക് വരരുത്. ക്രിസ്റ്റി, ഞാൻ പറയുന്നത് കേക്ക്. ഇവയ്ക്ക് വേണ്ടി ഇവളുടെ അച്ഛൻ എത്ര പണം വേണമെങ്കിലും തരും. നമുക്ക് ഭാഗം ചെയ്യാം. വേണമെങ്കിൽ നീയും കൂടെ കുടിക്കോ. നിനക്കും ഷെയർ തരാം, പെണ്ണും പണവും. എന്നെ കൊല്ലാൻ കഴിയുമെങ്കിൽ കൊല്ലടാ, കൊല്ല്. കഴിയില്ല നിനക്ക്. എന്നെ കൊന്നാൽ കണക്ക് പറയേണ്ടി വരും നിനക്ക് നിന്റെ അപ്പനോട് ജീവിതകാലം മുഴുവൻ. നിന്നെ കൊന്നാലും എന്റെ അപ്പൻ എന്നെ തിരിച്ചറിയുന്ന ഒരു കാലം വരും. പക്ഷെ കരിം ലാല, ഞാൻ അദ്ദേഹത്തിന് ദാനം ചെയ്തതാ നിന്റെ ഈ ജീവൻ. കരീം ലാല, അതിന് അയാൾക്ക് എന്നെ കണി കാണാൻ കിട്ടിയിട്ട് വേണ്ടേ കൊല്ലാൻ.
രഞ്ജിത്ത്, മീനാക്ഷി, പേടിക്കണ്ട. മീനാക്ഷിയുടെ അച്ഛൻ പറഞ്ഞയച്ചതാ എന്നെ. കം. ഓക്കെ സാർ. റൂം വെക്കേറ്റ് ചെയ്ത് എയർപോർട്ടിലെത്തി ടിക്കറ്റ് കളക്ട് ചെയ്യണം. ഓക്കെ സാർ. ഞാൻ മീനാക്ഷിയെ ഡ്രോപ്പ് ചെയ്ത് എയർപോർട്ടിലെത്താം. സാർ. കം. അച്ഛാ, വിജി, ദാ മോളെത്തി. മോളെ. താങ്ക്സ്. ഞാനിപ്പോ തന്നെ പോകുന്നു. എന്റെ കൂടെയുള്ളവര് എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യാണ്. എന്നെ അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറയണം. ഷുവർ. അച്യുതാ, ഓ സാറിനൊന്ന് എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യണം. ശരി സാർ. ശരി. ഓക്കെ. വാ മോളെ. സാർ എങ്ങനെയുണ്ട്? നമുക്ക് പോകാം എങ്ങോട്ട്? അധോലോകത്തേക്ക്. സാർ എനിക്ക് ചെറിയ രീതിയിൽ വെട്ടാനും കുത്താനൊക്കെ അറിയാം. ടും ടിം ടബേ ടമാർ. സാർ ഒരുപാട് ചോര പുരണ്ട കത്തിയായത്, കോഴിയുടെ മീൻ്റെ. സാർ പ്ലീസ് സാർ, എന്നെ ഒരു ദാവൂദോ ഒരു ചോട്ടരാജനോ ആക്കി തന്ന മാത്രം മതി. ഞാൻ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ജീവിച്ചോളാം. ഇപ്പൊ ഈ ലോക ചക്രവർത്തിമാർക്ക് പിന്നിലാണ് അധോലോകം. സുധാകരൻ സാർ നിന്ന നിൽപ്പിൽ കോടികൾ ഉണ്ടാക്കിയത് നീയും കണ്ടതല്ലേ. ദക്ഷിണ വെക്കേണ്ടത് അവിടെയാണ്. ഗുഡ് ബൈ. അപ്പൊ ആണോ? അയ്യോ സാറെ പോകല്ലേ, അയ്യോ സാറെ പോകല്ലേ. എന്താടോ? നാളെ രാഹുകാലത്തിന് മുമ്പ് വെറ്റിലും പാക്കുമായിട്ട് ഞാൻ വരും. എന്തിന്? ദക്ഷിണ വെക്കാൻ. പോടോ.